പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾ കുറച്ച് നന്നായിട്ട് പഠിച്ചു വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് കാണിച്ച് ഒന്ന് പഠനത്തിന് പിന്നോട്ട് വരാറുണ്ട്. അച്ഛനും അമ്മമാരും ശ്രദ്ധിക്കുക, എന്താണ് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയല്ലേ, എന്ത് പറ്റി, പെട്ടെന്ന് എന്താണ് മോന് സംഭവിച്ചത് അല്ലെങ്കിൽ മോൾക്ക് സംഭവിച്ചത് എന്ന് പലപ്പോഴും സംശയിക്കാറുണ്ട്. ഇതിൻ്റെ കാരണം എന്തായിരിക്കും? നമുക്ക് സംസാരിക്കാം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മുൻ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MKC നായർ, അത് മാത്രമല്ല നമ്മുടെ നിംസ് സ്പെക്ട്രത്തിൻ്റെ ഡയറക്ടറും കൂടിയാണ്. ഡോക്ടർ, വെൽക്കം ടു ദി ഷോ. ഡോക്ടർ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് നമുക്ക് പലപ്പോഴും കാണാം പഠന വൈകല്യം പോലെ കാണിക്കാറുണ്ട്. ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണ് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. എന്തായിരിക്കും ഡോക്ടർ അതങ്ങനെ? ഈ പഠന വൈകല്യം എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് ഓഫ് 10 ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസബിലിറ്റിയുടെ അല്ലെ ഡിസോർഡറിൻ്റെ ഒരു എൻഡ് സ്റ്റേജ് പോലാണ്. പലതും പഠന വൈകല്യത്തിലേക്ക് പോകും. ഒന്ന് ഇപ്പം 5 പേരുള്ള ഇങ്ങനെ പറഞ്ഞാൽ, ഒന്ന് അവർക്ക് ബുദ്ധി ഇച്ചിരി കുറവായിരിക്കാം, രണ്ടാമത് അവർക്ക് ഈ ടീച്ചറുമായിട്ട് ഒത്തുപോകുന്നില്ല, സബ്ജക്റ്റ് ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഈ വീട്ടിലും സ്കൂളിലും അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും സോഷ്യൽ പ്രോബ്ലംസ്, ഇതൊന്നും കൂടാതെ മാനസിക പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, ആങ്സൈറ്റി. അപ്പോൾ 5 ഗ്രൂപ്പാണ് അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. പക്ഷെ അത് എൻഡ് സ്റ്റേജ് എന്ന് ഞാൻ പറഞ്ഞില്ല. അതിനെക്കാട്ടും നമ്മൾ നോക്കേണ്ടത് 2 വയസ്സ് വരെ നമ്മൾ ഡെവലപ്മെൻറ്റ് നോക്കണം, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇവരെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് സ്കൂളിൽ പോകാൻ റെഡിയാണോ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതിന് ഒരു ചെറിയ ടൂളുണ്ട്. 24 ഐറ്റമേ ഉള്ളൂ. ആ 24 ഐറ്റം ചെയ്താലേ 1-ാം ക്ലാസ്സിൽ വിടാവും. അച്ഛനമ്മമാർ അറിയേണ്ട ഒറ്റ കാര്യം ഇതേ ഉള്ളൂ. 1 or 2 ചെയ്തില്ല സാരമില്ല. പക്ഷെ 5-6 എണ്ണം പോലും ചെയ്യുന്നില്ലെങ്കിൽ 1-ാം ക്ലാസ്സിൽ പോകാൻ കുട്ടി റെഡിയല്ല. ഇതിന് നഴ്സറി ഇവാലുവേഷൻ സ്കെയിൽ ട്രാൻഡ്രം എന്ന് പറയും. നഴ്സറി ഇവാലുവേഷൻ സ്കെയിൽ. ഇത് അച്ഛനമ്മമാർക്ക് തന്നെ നോക്കാം, സ്പെഷ്യലിസ്റ്റ് ഒന്നും വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ മേഖലയിലും മോട്ടോ, ഗ്രോസ് മോട്ടോ, ഫൈൻ മോട്ടോ, സോഷ്യൽ, സ്പീച്ച്, ഇതിനകത്തെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡാണ്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ, നമ്മൾ 1-ാം ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് ഇത് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ LKG UKG തന്നെ ഇത് ചെയ്തു തുടങ്ങാം. അപ്പോൾ സ്കൂളുകൾക്ക് പറയാം ഈ കുട്ടി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നറിയാൻ പറ്റും. പോട്ടെ, അതൊരു സ്കെയിലിൻ്റെ കാര്യം പറയാം. പക്ഷെ എവിടെ എല്ലാം പ്രോബ്ലം എന്താണ്? സംസാരമില്ല. സംസാരമില്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കണം. പണ്ടത് കണ്ടുപിടിക്കാൻ അമേരിക്കൻ ടൂളേ ഉള്ളായിരുന്നു. വേണ്ട, ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് ടൂളുണ്ട്. അത് ലെസ്റ്റ് എന്ന് പറയും, ലാംഗ്വേജ് ഇവാലുവേഷൻ സ്കെയിൽ ട്രാൻഡ്രം. എന്താണ് ലാംഗ്വേജ് ഇവാലുവേഷൻ സ്കെയിൽ ട്രാൻഡ്രം? ഡെവലപ്മെൻറ്റിന് അതുപോലെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രം ഡെവലപ്മെൻറ്റ് സ്ക്രീനിങ് ചാർട്ട്, TDS, ട്രിവാൻഡ്രം ഡെവലപ്മെൻറ്റ് സ്ക്രീനിങ് ചാർട്ട്. ഇത് ലാംഗ്വേജ് ഇവാലുവേഷൻ സ്കെയിൽ ട്രിവാൻഡ്രം. വളരെ സിമ്പിളാണിത്. അതിനകത്ത് കുറേ വരകൾ കാണും. എന്നിട്ട് നമ്മുടെ ഏജിനനുസരിച്ച് ഒരു സ്കെയിൽ വെച്ചാൽ, സ്കെയിൽ അതൊരു റേഞ്ചാണ് കാണിക്കുന്നത്, ഓരോ ഐറ്റം റേഞ്ചാണ്. അപ്പോൾ ഇടത്തുവശത്ത് തീരുന്ന ചെയ്തിരിക്കണം, ക്രോസ് ചെയ്യാൻ ഇനിയും സമയമുണ്ട്. എല്ലാ സ്കെയിലിൻ്റെയും പ്രിൻസിപ്പിൾ അതാണ്. അപ്പോൾ അതിനകത്ത് ഡിലേ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യാം? ഏർലി ലാംഗ്വേജ് ഇൻ്റർവെൻഷൻ. എന്താണ് ഏർലി ലാംഗ്വേജ് ഇൻ്റർവെൻഷൻ? ഇത് ഏർലി ലാംഗ്വേജ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ അഗെയിൻ കുട്ടിയുടെ ജന്മാവകാശമാണ്. ആരാ ഈ ലാംഗ്വേജ് ഇൻ്റർവെൻഷൻ ചെയ്യുന്നത്? പേരൻസ് തന്നെ. പക്ഷെ അവരെ ട്രെയിൻ ചെയ്യണം. അതാണ് പേരൻറ് മീഡിയേറ്റഡ് ഇൻ്റർവെൻഷൻ. ഇത് ചെയ്താൽ ഗുണമുണ്ടോ ഇല്ലയോ? പബ്ലിഷ് ചെയ്തുകൊണ്ട് 10 പോയിൻ്റ് ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന റീൽസ് എന്ന് പറഞ്ഞ ടെസ്റ്റിൽ 10 പോയിൻ്റ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വെറുതെ പറയുന്നതല്ല. എല്ലാം ഞാൻ എന്ത് ചെയ്താൽ സയൻറ്റിഫിക് നോക്കും. സയൻറ്റിഫിക്കായിട്ട് 10 പോയിൻ്റ് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആർക്ക് ചെയ്യാൻ പറ്റും? സ്പെഷ്യലിസ്റ്റ് ഒന്നും വേണ്ട, നമുക്ക് പേരൻസ് ചെയ്യാം. ഡെവലപ്മെൻറ്റൽ ഇൻ്റർവെൻഷനിസ്റ്റ് പറയാം, ചെറിയ ട്രെയിനിങ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാം. കാരണം നമ്മളൊന്നും തെറാപ്പി അല്ല ചെയ്യുന്നത്, നമ്മളെന്തോ ചെയ്യുന്നത്? ഒന്ന് സഹായിക്കുക. അങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, കൊച്ചിങ്ങനെ എന്നൊക്കെ സൗണ്ട് ഉണ്ടാക്കത്തില്ലേ, അമ്മ അത് റിപ്പീറ്റ് ചെയ്താൽ മതി. എന്ന് പറയുമ്പോൾ ഊ എന്ന് പറയുമ്പോൾ ഊ,
ഇത് അമ്മയും കുഞ്ഞും കൂടെ കളിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ ചുണ്ട് കാണിച്ചു, ബഹളം കാണിച്ചു, കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിച്ചു, കുട്ടിക്കപ്പോൾ ഇഷ്ടം വരും. അപ്പം പിന്നെയും എന്ന് പറയാൻ തോന്നും. അപ്പോൾ ഭാഷ പഠിപ്പിക്കേണ്ടത് അച്ഛനമ്മമാരാണ്. അതാണ് പേരൻറ്റ് മീഡിയേറ്റഡ് ഇൻ്റർവെൻഷൻ. ഇനി അച്ഛനും അമ്മയ്ക്ക് അത്രയും സമയമില്ല എന്നുണ്ടെങ്കിൽ ചെറിയ തരത്തിലുള്ള ഒരു ഇൻ്റർവെൻഷനിസ്റ്റ് തെറാപ്പി അസിസ്റ്റൻസ് ഉണ്ട്, അവരെ കൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. ശരിക്കുള്ള ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സ്പീച്ച് തെറാപ്പിസ്റ്റിനോട് പോകണം. അത് പോകണം, ഇപ്പോഴല്ല. പക്ഷെ ഇവിടെ മെജോറിറ്റിക്ക് വേണ്ട അതല്ല. മെജോറിറ്റിക്ക് സ്റ്റിമുലേഷൻ അല്ലെ ഇൻ്റർവെൻഷനാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ പഠന പ്രശ്നത്തിൽ ഏറ്റവും തടസ്സം നിൽക്കുന്നത് അവർക്ക് പ്രീ റൈറ്റിംഗ്, പ്രീ റീഡിങ്, പ്രീ മാത്തമാറ്റിക്സ് സ്കില്ലുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇത് കൊടുക്കാൻ നമുക്ക് സ്പെഷ്യലിസ്റ്റ് ഒന്നും വരണ്ട, അമ്മയ്ക്ക് തന്നെ ചെയ്യാം. ഉദാഹരണം പറയാം, നമ്മൾ താന്നെഴുതണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനെ കൈ വളയുണ്ടായോ? അപ്പോൾ കുട്ടി എന്താ ചെയ്യുന്നത്? ഇങ്ങനെ കുത്തി വരയ്ക്കുക, 2 ലൈനിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ലൈനായിട്ട് ചെയ്യുക. എ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതണ്ടായോ? അത് കുത്തി വരയ്ക്കാൻ പഠിപ്പിച്ചാൽ മതി. അപ്പോൾ എ ആയി. താന്നെഴുതണമെങ്കിൽ ഇത് തന്നെ തിരിച്ചെഴുതിയാൽ തായായി. അപ്പോൾ താന്ന് എഴുതാൻ പറഞ്ഞാൽ വലിയ ഇതായി. പക്ഷെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്ത് പറ്റും? അതിന് കൈ വഴങ്ങും. അപ്പോൾ അതാണ് പ്രീ റൈറ്റിംഗ്. എല്ലാം ഇതിനകത്ത് അത് അങ്ങനെ വലിയ ടെക്നിക്കൽ ആവണ്ട. ഞാൻ പറയുന്നത് തെറാപ്പിസ്റ്റിൻ്റെ ഒക്കെ പോകുമ്പോൾ നമ്മൾ ടെക്നിക്കലായിട്ട് പോകും. ഇപ്പം ഞാൻ പറയാം, ഇപ്പം തലവേദനയായിട്ട് വലിയ സെൻറ്ററിൽ പോയാൽ അവർക്ക് MRI ചെയ്യാതിരിക്കാൻ പറ്റുമോ? പക്ഷേ ഡോക്ടറുടെയൊക്കെ MBBS ഡോക്ടറുടെയൊക്കെ പോയാൽ മനെ ഈ 2 ഇത് കഴിക്കുക, പാരസെറ്റമോൾ കഴിക്കുക, കുറഞ്ഞില്ലേ നോക്കാം. ആ ആറ്റിറ്റ്യൂഡ് അതാണ് നമുക്കിവിടെ വേണ്ടത്. കാരണം ഇവിടെ 1000 അല്ല ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട്. എല്ലാവർക്കും എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അമ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ഒരു ഇൻ്റർവെൻഷനിസ്റ്റ് ചെയ്യാവുന്നതാണ് കാര്യം. ഇവർക്ക് വേറെ പ്രോബ്ലം ഉണ്ട്, ADHD എന്ന് പറയും, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. എന്തോ അവിടെ സംഭവിക്കുന്നത്? അറ്റൻഷൻ ഇല്ല, അതാണ് പ്രോബ്ലം. ശ്രദ്ധയില്ല. ഇത് അമ്മയ്ക്ക് നേരത്തെ മനസ്സിലാവും. കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, മൂത്ത കുട്ടിയെ പോലെ അല്ല, അവൻ ശ്രദ്ധിക്കുന്നില്ല, അവൻ ഇച്ചിരി ബഹളങ്ങളുണ്ട് അല്ലേ. അത് കഴിഞ്ഞ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് വന്നാൽ 3ാമത് ഒരെണ്ണം കൂടെ വരും, ഇമ്പൾസിവിറ്റി. പറയുന്നതിന് മുമ്പ് എടുത്തിയാടി ചെയ്ത് കളയും, ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഉത്തരം പറയും. ഇതൊക്കെ അമ്മയ്ക്ക് കണ്ടുപിടിക്കാം. അത് നമുക്കുണ്ടോ എന്ന് നേരത്തെ അസസ് ചെയ്ത് നോക്കാം. അതുകൊണ്ടാണ് പറഞ്ഞ് ഓരോ ബർത്ത്ഡേയിലും 5 വയസ്സ് വരെയെങ്കിലും നമ്മളിത് ചെയ്യണം. WHO UNICEF എല്ലാം ഇതിന് പറയുന്ന ആദ്യത്തെ 1000 ഡേയ്സ്, 270 ദിവസം വയറ്റിൽ, 365 2 കൊല്ലം വരെ ആദ്യത്തെ, പിന്നെ നെക്സ്റ്റ് 1000 5 വയസ്സ് വരെ. പണ്ടത്തെ അണ്ടർ 5 ക്ലിനിക് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ADHD കണ്ടുപിടിക്കാം, ലേണിംഗ് ഡിസോർഡർ വരുന്നോ എന്ന് കണ്ടുപിടിക്കാം, ചെവി കേൾക്കുന്നുണ്ടോ എന്ന് നോക്കാം, കണ്ണിന് പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കാം, സ്വഭാവത്തിൽ പ്രശ്നമുണ്ടോ, ബിഹേവിയർ പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കാം. ഇതിനെല്ലാം ഇൻ്റർവെൻഷൻ ചെയ്യുന്ന ആരാണ്? പേരൻറ്റ് തന്നെയാണ്. ഞാൻ ആദ്യം ഒരിക്കൽ പറഞ്ഞു, അതായത് ഇതുപോലെ കുഞ്ഞിനോട് താല്പര്യമുള്ള ലോകത്തൊരാളുമില്ല. 20-30 മിനിറ്റ് 40 മിനിറ്റ് വരെ എനിക്ക് താല്പര്യം വരാം. പക്ഷെ അമ്മയ്ക്ക് 24 മണിക്കൂറും 365 ദിവസവും കുഞ്ഞിനോട് താല്പര്യമുണ്ട്. അമ്മയെ നീ എവിടെ ഉപയോഗിച്ചാലും അച്ഛനെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. പക്ഷെ 2 പേർക്കും താല്പര്യമുണ്ട്. അപ്പം നമ്മുടെ ജോലി എന്താ? അവരെ ഇത് പഠിപ്പിച്ചെടുക്കുക. അതാണ് നിംസ് സ്പെക്ട്രത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നാളെ അവർക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ ആയതിനു മുമ്പ്, ലേണിംഗ് ഡിസോർഡർ വരുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 90% കുറയ്ക്കാൻ പറ്റും. 100% പറ്റത്തില്ല, 90% കുറയ്ക്കാൻ. അതാണ് നമ്മുടെ സങ്കല്പം. ഒരു ADHD വന്നോ അല്ലെങ്കിൽ പഠന വൈകല്യം വന്നോ അല്ലെങ്കിൽ ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡർ വന്നാലും നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ഇന്ന് നമ്മൾ സംസാരിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു പാരൻറ്റിങ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നാലും നമ്മുടെ കുട്ടികൾ നന്നായിരിക്കണമെന്ന് എല്ലാ പാരൻറ്റിനും ഒരു ചിന്തയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്തിരിക്കണം. മറ്റൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഡോക്ടർ.